ബോയ്സിന് ദ ബയോപിക് ഓഫ് മില്യൺ ബ്രോസ് എന്ന് പറയുമല്ലോ, എല്ലാ ബ്രോസിനെയും കാണിക്കുന്നുണ്ട്. അതായത് ചേട്ടനുള്ളൊരു പയ്യൻ, അനിയനുള്ളൊരു പയ്യൻ, അനിയത്തിയുള്ളൊരു പയ്യൻ, സിംഗിൾ ചൈൽഡ്, ഒറ്റ മോൻ. ഈ 4 കാറ്റഗറി അവർ ഈ 4 പേരിലായിട്ട് പ്ലേസ് ചെയ്ത് അത് നല്ല വൃത്തിയാ കാണുന്ന എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് ബേസിൽ വിനായകും അലനും, ഹഷറുണ്ട്, എന്നാലും അജിനെയും ഹഷറിനെ കാട്ടിയും ഒരു പടി മുകളിൽ വിനായകും അലനും നല്ല കസറി നിൽക്കുന്നുണ്ട്. നല്ല കിട്ടില്ല പെർഫോമൻസ്, ഒന്നും പറയാനില്ല. ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ, എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അലന്റെയും വിനായകന്റെയും സാധനം ബെസ്റ്റ്. അവർ പുറത്തോട്ടൊക്കെ പോകുന്ന ഒരു കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ മാറി പോകുന്ന അല്ലെങ്കിൽ പിരിഞ്ഞു പോകേണ്ട ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് ആക്ച്വലി ഐ മിസ്ഡ് മൈ ഫ്രണ്ട് മുഹമ്മദ്. ജപ്പാൻ മുന്നേ നിന്നെ അവിടെ മിസ് ചെയ്തിരുന്നു. നിനക്ക് വിനായകൻ എന്ന് പറഞ്ഞാൽ വിനായകന്റെ ക്യാരക്ടർ നിനക്ക് നല്ല പക്ക നിനക്ക് റിലേറ്റബിൾ ആവും. നീ ഇരുന്ന് കാണാൻ, നീ കണ്ടിരുന്ന് മോങ്ങണം. നിനക്ക് അവിടെ ചിത്രത്തിൽ കാണാൻ പറ്റില്ല, OTT കണ്ടിട്ട് നീ ഇരുന്ന് മോങ്ങിക്കോളാം. നിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. എനിക്ക് അങ്ങനെ ആ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ നിന്നെയാണ് എനിക്ക് പറഞ്ഞു വന്നാൽ പെട്ടെന്ന് നീ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ എനിക്ക് കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ, എനിക്ക് റിലേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഹാഷിന്റെ ക്യാരക്ടറാണ്. കാരണം ഞാനിപ്പോൾ ഹാഷർ സിനിമയുടെ ക്ലൈമാക്സിൽ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുക, പെണ്ണില്ല കൂട്ടല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് ഹാഷിന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് റിലേറ്റ് ആയി, ഭയങ്കരമായിട്ട്. പിന്നെ ബ്രദേഴ്സ് സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു വടക്കും കാര്യങ്ങളും റീസെന്റ് ആയിട്ട് ഞാനിവിടെ കഴിഞ്ഞതേ ഉള്ളൂ, എൻ്റെ വീട്ടിൽ എൻ്റെ ലൈഫിൽ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും, ശബരി ഹാഷും തമ്മിലുള്ള വഴക്ക് സീനൊക്കെ എനിക്ക് നല്ലപോലെ റിലേറ്റ് ആയി. നീ ആദ്യം നന്നാവ്, പിന്നെ എന്നെ ഉപദേശിക്കാം എന്നൊക്കെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് എനിക്ക് നിന്നെക്കാട്ടി നല്ല പയ്യനെ കിട്ടും, അത് പിന്നെ കൂട്ടുകാർ ആരും കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻസ്, ഇതൊക്കെ എനിക്ക് ഇപ്പോൾ നല്ലപോലെ അടിച്ച് നിൽക്കുന്ന ഒരു എൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് നല്ല കിട്ടിലായിട്ട് അത് റിലേറ്റ് ആയി. കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ ഹർഷറിൽ കാണാൻ പറ്റി. ഞാൻ ഈ സിനിമ റിലീസായതിൻ്റെ അന്ന് തൊട്ട് ഞാൻ ഓരോരുത്തരത്ത് കാണാൻ പോവാം, വാളിയ എന്ന് പറഞ്ഞ് പല മക്കളെ ഞാൻ വിളിച്ചു. ആരും അതിൽ ഒറ്റയ്ക്ക് പോയി കാണാനുള്ളൊരു മടിയുണ്ട്. കാരണം ഇതേപോലുള്ള പടങ്ങൾ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനെയൊക്കെ വെച്ച് കാണിക്കുന്ന ഒരു പടമായതുകൊണ്ട് ഒറ്റയ്ക്ക് പോയി കാണുന്നത് ശരിയല്ലല്ലോ എന്ന് വിളിച്ചു. ഒരു പടിയൊന്നും വന്നില്ല. അങ്ങനെ ഇപ്പം എനിക്ക് മനസ്സിലായി ഹാഷിന്റെ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അടുത്ത കൂട്ടുകാരായിട്ട് കണ്ട പലവന്മാരൊന്നും ഇപ്പോൾ കൂടെ ഇല്ല, ആരുമില്ല. നമ്മൾ കൂടെ നമ്മൾ ചിരിക്കണന്മാരും കാര്യങ്ങളൊക്കെ പോകും. ലാസ്റ്റ് ഒറ്റയ്ക്ക് കാര്യം നമ്മൾ മാത്രമേ കാണുള്ളൂ എന്നുള്ളൊരു സാധനം എനിക്ക് ഈ ഒരു സിനിമ കണ്ട് എനിക്ക് എല്ലാം കൊണ്ട് ഈ ഒരു സിനിമ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സാധനം വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സിനിമ കാണാൻ പോകാൻ പോലും ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വരാൻ ഒരു മനുഷ്യമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ 10 ദിവസം 11 ദിവസം വരെ ഈ സിനിമ കാണാൻ എങ്ങനെ നീണ്ടുകൊണ്ട് പോയി. ഇന്ന് പിന്നെ ആരും ഇല്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്കെങ്കിലും പോയി കണ്ടത്. കാണാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഗോ മസ്റ്റ് വാച്ച് ഫിലിം ഫോർ എ മാൻ ഫോർ എ ബോയ്. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ പലരുടെയും ലൈഫാണ് ഈ സിനിമ. കാണണം, കണ്ടേ പറ്റൂ, കണ്ടിരിക്കണം ഈ സിനിമ. കാരണം ആ ഒരു ടീം എനിക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്, ഇത്രത്തോളം ഇത് പ്രേക്ഷകർക്ക് ജനപ്രിയമാക്കി മാറ്റാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ടൈപ്പ് ബോയ്സിനെയും ഈ 4 പേരിലായിട്ട് അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് പാരൻസിനെയും ഈ 4 പേരുടെയും പാരൻസിലായിട്ട് അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.